Hello guys, welcome back to my channel. So ഇന്ന് ഇവിടെ സൺഡേ ആണ്. നാട്ടിൽ സൺഡേ, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും സൺഡേ ആണ്. അപ്പം നമുക്കിന്ന് വേറെ പ്ലാനൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു സൺഡേ ആയിട്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. വേറൊന്നുമില്ല, ജസ്റ്റ് വീട്ടിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ മെഹോൺ എന്ന് പറഞ്ഞ സെൻറ്ററിൽ മെഹോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഹോം സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി മേടിക്കാം എന്നാണ്. അപ്പം വിചാരിച്ചു ഇതൊരു വ്ളോഗ് അങ്ങ് ആക്കാമെന്ന്. ലോങ് ടൈം അല്ല, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ദാറ്റ്സ് മൈ സ്കിൻ പ്രെപ്പ്. ഒരു കുട്ടി സ്മോൾ സ്കിൻ പ്രെപ്പ് എങ്ങനെ ചെയ്യാം, ലൈക്ക് മിനിമൽ ആയിട്ട് നമ്മുടെ സ്കിൻ കെയർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എങ്ങനെ മിനിമൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും ഒരു എവറി ഡേ. വലിയ രീതിയിൽ ഹാഷ് മേക്കപ്പിൻ്റെ എന്താ പറയുക, മേക്കപ്പിൻ്റെ ലൈക്ക് ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഉള്ള സ്കിൻ കെയർ ഐറ്റംസ് വെച്ച് തന്നെ എങ്ങനെ നമുക്ക് സ്കിന്ന് പ്രെപ്പ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു സെറ്റ് ആക്കി നമുക്കൊരു ലുക്ക് തരാം, എങ്ങനെ പറ്റും. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണുക. ജസ്റ്റ് ഷെയർ യുവർ തോട്ട്സ് ആൻഡ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് മീ. അപ്പം അത് കഴിഞ്ഞ് രണ്ടാമത് ഇടുന്നൊരു ഷോർട്ട് കുട്ടി വ്ളോഗ് ആയിരിക്കും. എൻ്റെ എല്ലാ വ്ളോഗ്സും കുട്ടി വ്ളോഗ്. അപ്പോൾ എനിക്ക് അത്രയും ലാഗ് ആക്കാൻ താല്പര്യമില്ല, ബിക്കോസ് ലാഗ് ആക്കി കൊണ്ടുപോയി ആരും കാണത്തില്ല. സോ ഉള്ളവർ കണ്ട അത്രയുള്ളൊരു രീതിയിലുള്ള കുറച്ച് ചെറിയ ചെറിയ വ്ളോഗ്സ് അത്രയേ ഉള്ളൂ എൻ്റെത്. സോ മെഹലിൽ അത്യാവശ്യം കുറേ കടകളുണ്ട്. നമ്മുടെ കോർക്കിലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് മോള് ഉള്ളത് മെഹോണിലാണ്. മെഹോണിൽ അത്യാവശ്യം കുറേ കടകളും അത്യാവശ്യം നല്ലൊരു നെയ്ബർഹുഡാണ് മെഹോൺ എന്ന് പറയുന്നത്. സിറ്റിയുടെ അടുത്താണോന്ന് ചോദിച്ചാൽ അടുത്താണ്, എന്നാൽ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയാണോ വെച്ചാൽ അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് അങ്ങനെ ഒരു ലൊക്കേഷനാണ്. പക്ഷേ കുറച്ച് കാം ആൻഡ് ക്വൈറ്റ് ഉള്ള നെയ്ബർഹുഡാണ്. നല്ല വീടുകളും എല്ലാം ആണ്. സോ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ജയന് ഞാനൊന്ന് പുതിയൊരു ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്തു. ജയൻ്റെ മുടി ഈസ് ലൈക്ക് ഭയങ്കര റഫ് ആൻഡ് ഫ്രിസി ഹെയർ ആണ്. അല്ലാതെ എത്ര ലൈക്ക് കണ്ടീഷണർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ലീവിൻ കണ്ടീഷണർ വെച്ചിട്ടുണ്ട്, ഈവൻ തിക്ക് മൂസ് പോലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എല്ലാം ഇത്തിരി ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു മുടിയിൽ ഹോൾഡായിട്ട് ഇരിക്കത്തില്ല. ഇന്ന് എനിക്ക് ദേഷ്യം എന്നിട്ട് ഞാൻ എല്ലാം കൂടി ഇട്ടങ്ങ് സെറ്റാക്കി ഞാൻ കൊടുത്ത്. നോക്ക് ഇപ്പം ആ മുടി ഇരിക്കാൻ നോക്ക്. ലാസ്റ്റ് പിന്നെ ബാക്കിൽ ഞാനൊരു കെട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്, ബിക്കോസ് അവൻ്റെ മുടി അത്യാവശ്യം ബാക്കിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എനിക്ക് കെട്ടി വെച്ചിട്ടുള്ളൊരു മുടി എനിക്ക് ഇഷ്ടമാണ്. ആമ്പിള്ളേരുടെ ചെറിയ കുറച്ച് ലൈക്ക് അങ്ങനെയുള്ള ലോങ് ഹെയർ കെട്ടി വെക്കുന്ന നടക്കില്ല. അവൻ്റെ ഉള്ള ആ ഒരു ബാക്കിലത്തെ ഹെയർ കെട്ടി വെച്ചുള്ള ലുക്കിന് ഭയങ്കര ഇഷ്ടമാണ് ആമ്പിള്ളേർക്ക്. ഐ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു മാൻലി ലുക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെ ജയനെ ഞാൻ വൃത്തിയാക്കി രാവിലെ ക്ലീറ്റ്. ഈവൻ ഈ വീട്ടിലെ അമ്മമാർക്കും ചേച്ചിമാർക്കും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കടയായിരിക്കും. ബിക്കോസ് അവിടെ യു വിൽ ഗെറ്റ് എവറിത്തിങ്, ഈവൻ മുട്ടുസൂചി തൊട്ട് എല്ലാ സാധനങ്ങളും വരെ വീട്ടിലത്തെ ആവശ്യത്തിന് എല്ലാം കിട്ടുന്നൊരു കടയാണ്. പ്രൈസസ് ലൈക്ക് അഫോർഡബിൾ ആണ്, അത്രയും ഹൈ പ്രൈസ്ഡ് അല്ല, അഫോർഡബിൾ പ്രൈസ് ആണ് അവിടുത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മെയ്ഡിനൊക്കെ നോക്കിയൊക്കെ എടുക്കണം. ചിലപ്പോൾ ചൈന ഐറ്റംസ് കാണും. സോ അതുകൊണ്ടൊക്കെ നോക്കിയും കണ്ടൊക്കെ എടുക്കാം. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വ്ളോഗ് എടുക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, പറ്റുമെങ്കിൽ ഇത് ഫുള്ളും കാണാം ഗൈസ്. ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ കാലാവസ്ഥ. നിങ്ങൾ വിചാരിക്കും ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ 3 പോക്കറ്റ് പോലെ, അത് ഇവിടുത്തെ എല്ലാ രജിസ്റ്റർ ആയി നമ്മൾ യൂസ് ചെയ്യുന്ന റോഡിൽ ഇറങ്ങിയ എല്ലാ വണ്ടികളും ഈ 3 പോക്കറ്റ് കാണും. ബിക്കോസ് ഒരെണ്ണത്തിനകത്ത് നമ്മുടെ ടാക്സ് സർട്ടിഫിക്കറ്റ് ആണ്, അതിന്റെ വാലിഡിറ്റി ഉള്ളൊരു അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു പൗച്ചിലും. മറ്റേതിൽ എനിക്കും ഇൻഷുറൻസിന്റെ വാലിഡിറ്റിയും. മറ്റേതിനകത്ത് എന്താ ചെയ്യാം, ഒരെണ്ണം ഇൻഷുറൻസ്, ഒരെണ്ണം എന്താ പറയുക ഇൻഷുറൻസിന്റെ വാലിഡിറ്റി, പിന്നെ NCT എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെസ്റ്റിംഗ് പോലെ. നമ്മുടെ നാട്ടിൽ എത്ര വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്? 15 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇയർലി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലായിരുന്നു ഇന്നോവ ട്രാവലിംഗിന്റെ നൈസ് ആണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ഡൊമൈൻ ഫൈൻ, എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യാനുള്ള ഭയങ്കര തിരക്കൊന്നും തോന്നുന്നില്ല. നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടിയാൽ ഭാഗ്യം. ഇതാണ് മെഹോൺ, ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഗൈസ് ഇവിടുത്തെ മെഹോണിലെ ഷോപ്പിംഗ് സെന്റർ. അവിടെ നമ്മുടെ കുറേ ബ്രാൻഡഡ് ഷോപ്സും ബൊട്ടീക്സും സ്പോർട്സ് ലാൻഡും സിനിമ തിയേറ്ററും ഫുഡ് കോർട്ടും എല്ലാം ഉണ്ട്. നാട്ടിലെ പോലെ തന്നെ ഇവിടെ കുറച്ച് കമ്പനികളൊക്കെയാണ് ഇവിടെ. ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ. നമുക്ക് പോകേണ്ടത് ഈ സൈഡിലോട്ടാണ്, നമ്മളെക്കാൾ അങ്ങോട്ടാണ് വരുന്നത്. ഇതിൽ കയറി ഗൈസ്. ഞാനിപ്പം ഇവരോട് സംസാരിക്കത്തില്ല, സോ സോറി ഫോർ ദാറ്റ്.
അത്രയും വലുത് വേണ്ട, വെക്കാനും പാടാം, സ്പേസ് കുറവില്ല. നമ്മൾ അടുത്ത ഷോപ്പിൽ കയറി മറ്റടുത്ത് നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തു. ഞാൻ മാക്സിമം കുറച്ച് കുറച്ച് പറ്റുന്ന സമയത്തുള്ള വീഡിയോസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ വീട്ടിലാവശ്യമുള്ള ഫർണിച്ചർ അങ്ങനെയൊക്കെ കിട്ടുന്ന കടയാണ്. ഇതൊരു ബാത്റൂം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഗൈസ്. നല്ല കളറും നല്ല ഫിനിഷും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക്. ഇവിടെ ടബൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടു. കളർ ഈസ് വെരി ഗുഡ്. ഈ രണ്ട് കളേഴ്സ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന കളേഴ്സ് എനിക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഗ്രേ ആൻഡ് എ കൈൻഡ് ഓഫ് എ പിങ്ക്, നോൺ പിങ്ക്, ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതാ ജയൻ്റെ മുടി ഞാൻ സെറ്റാക്കിയിരുന്നു. ഐ ലൈക്ക് ദാറ്റ്. ചായ ലാറ്റെ ഭയങ്കര ഫാനാണ്. കോഫി ഞാൻ വീട്ടിൽ നല്ലതായിട്ട് ഉണ്ടാക്കും. ഫ്രോത്തറൊക്കെ വെച്ച് നൈസായിട്ട് ഉണ്ടാക്കും. ഫ്രോത്തർ നമ്മുടെ കേടായിപ്പോയി, ഐ ഡോണ്ട് നോ എങ്ങനെയോ. ബട്ട് അതോടെ എൻ്റെ പക്ക കോഫി തീർന്നു. ജയൻ എപ്പോഴും പറയും നീ പോയി രാവിലെ കോഫി ഇടും, നിന്റെ കോഫിയാണ് നൈസെന്ന്. ജയൻ കോഫി ഇടും, ബട്ട് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ബട്ട് സ്റ്റിൽ ചില സമയത്ത് ജയൻ്റെ കോഫി ഈസ് റിയലി ഗുഡ് ഗൈസ്, സീരിയസ്ലി. അവൻ്റെ മുട്ടക്കറിയൊക്കെ പൊളിയാണ്. ആൻഡ് ഓൾസോ ചില ചമ്മന്തി. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ സാമ്പാർ പ്രിഫർ ചെയ്യുന്ന ആളാണ്. ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ചമ്മന്തി എടുക്കത്തില്ല. സാമ്പാർ ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം പഞ്ചസാര ഇട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് ചമ്മന്തി ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ചമ്മന്തി ഇഷ്ടപ്പെടുന്നത് ജയനെ കല്യാണം കഴിച്ചു. ജയൻ മേക്സ് ദ ബെസ്റ്റ് ചമ്മന്തീസ്, ലൈക്ക് ബെസ്റ്റ് ചട്നീസ്. എനിക്ക് ജയൻ്റെ തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ലൈക്ക് ഇപ്പോൾ ദോശ, ഈ ദോശയുടെ ആദ്യം തക്കാളി ചട്നി ആയാലും മതി എനിക്ക്, അല്ലെങ്കിൽ ദോശപ്പൊടി ആയാലും ഓക്കെ. പക്ഷെ ജയൻ ഇതെല്ലാം വേണം. നമ്മളെ സദ്യ കഴിക്കുന്ന പോലാണ് ജയൻ ദോശ കഴിക്കുന്നത്. ദോശക്കൂട്ടനാണ്. കാണിച്ച ദോശക്കൂട്ടൻ ഇവിടെ നോക്കി. സോ ഇന്നത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ബാത്റൂം മാറ്റ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് ബാത്റൂം മാറ്റ് നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡ്രൈ അല്ല, വെറ്റ് ബാത്റൂംസ് ആണ്. ഇവിടെ ഡ്രൈ ആയിട്ടാണ് ഇവര് ബാത്റൂംസ് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളായിരുന്നു. സോ അതുകൊണ്ട് ഇന്നലെ ഞാൻ കാജൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഈ കളറാണ് ഞാൻ യൂസ് ചെയ്ത കെ ബ്യൂട്ടിയുടെ കാജലാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു കാജലാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല കാജലാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം അത് ആ ഒരു കാജൽ കെ ബ്യൂട്ടിയുടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റേ ഫോർ മോർ ദാൻ 6 months. ഒരു 7-8 months നിൽക്കുന്ന ഒരെണ്ണമാണ്. സോ നല്ല അത്യാവശ്യം നല്ല കളറുണ്ട്. ഞാൻ ഹിമാലയുടെ പണ്ട് സ്കൂളിലും കോളേജസിലും വെച്ച് ഉപയോഗിക്കാറുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ് ഹിമാലയ ഇസ് ദാറ്റ് ഭയങ്കര ഡാർക്കുമാണ്, നല്ല രീതിയിൽ സ്മഡ്ജാവും. ആൻഡ് ഓൾസോ ചൊറിച്ചിലുണ്ടാകും. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഹിമാലയുടെ കാജൽ നിർത്തിയത്. ഞാൻ ഇടയ്ക്ക് വെച്ച് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു ഹിമാലയുടെ കാജലിൽ ടയർ
ഒരിക്കൽ അത് ആ ഒരു കളർ വെക്കുന്നില്ല. സോ അതോടെ ഞാൻ നിർത്തി. ഞാൻ പിന്നെ തൊട്ട് യൂസ് ചെയ്യുന്ന KBയുടെ കാജലാണ്. ഞാൻ ലാക്മേയുടെ ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, ബട്ട് ഐ വാസ് നോട്ട് ഫൈൻ വിത്ത് ഇറ്റ്. ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന ഹസ്ബൻഡിന് ഇഷ്ടക്കേടല്ല, ബട്ട് ലൈക്ക് എന്താ പറയാ, അവനങ്ങനെ ലൈക്ക് വല്ലാത്ത വൾഗർ കളേഴ്സ് യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. ആൻഡ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്നതിന് താല്പര്യമില്ല. ഹീ സേസ് എൻ്റെ അപ്പനും അതേപോലെ തന്നെയാണ്. ഞാൻ എവിടെങ്കിലും പോയി ഒരുങ്ങി പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോഴായിരിക്കും വന്ന ഒറ്റ ഒരു തുടപ്പം. ഈവൻ മൈ ഫാദർ ഓൾസോ യൂസ് ടു ഡു ദാറ്റ് ആൻഡ് ഹീ ഓൾസോ ഡു ദ സെയിം തിങ്. അതാണ് ഞാൻ പറയണത്, എൻ്റെ അച്ഛൻ്റെ കുറേ സിമിലാരിറ്റീസ് ഉണ്ടെന്ന്. ഞാൻ അത് കണ്ടിട്ടാണ് കിട്ടിയത്. ദാറ്റ്സ് നോട്ട് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അപ്പം നമുക്ക് ജയനും കൂടെ കാണാൻ പറ്റുന്ന രീതി ഞാൻ വയ്ക്കും. എൻ്റെ കൈ ഇത്രയും സമയം പിടിച്ചോണ്ടെങ്കിൽ എൻ്റെ ലിക്കുമ്പോഴാണ് ഞാൻ മലപ്പൂർ എടുക്കാതിരുന്നത്. ജയനും കൂടെ കാണാൻ പറ്റും. ചെയ്യാം, ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഡു സപ്പോർട്ട് മീ ബൈ liking and also subscribing to my channel, and let's say goodbye for today guys. So then bye. Don't forget to subscribe and like for more fun content. Thanks for watching.